കൊണ്ടുവല്ലേ. ഇവക്കൊന്ന് ബാധ കയറിയാ നട്ടുച്ച കിടന്ന് ഉറങ്ങിയിട്ട്. അയ്യോ സാറേ, സാറേ ജപ്തിയല്ലേ, സാറേ ജപ്തിയല്ലേ, ജപ്തിയല്ലേ സാറേ, വീട് ജപ്തി ചെയ്ത് കൊണ്ടുവല്ലേ സാറേ, വീട് ജപ്തി ചെയ്ത് കൊണ്ടുവല്ലേ. അയ്യോ പ്രേമേട്ടൻ എന്താ ഇവിടെ? ഞാൻ കൊടൈക്കനാൽ പോകാൻ ബസ് കാത്തിരിക്കുന്നു. നമ്മുടെ വീട് ജപ്തി ചെയ്യുമ്പോഴോ? എനിക്ക് എന്റെ വീട്ടിൽ ഇരിക്കണ്ടേ? അയ്യോ ഞാൻ നമ്മുടെ വീട് ജപ്തി ചെയ്യുന്നത് സ്വപ്നം കണ്ടു. സന്തോഷമായി. സന്തോഷോ? അല്ല, ആ വഴിക്കെങ്കിലും നീ എന്നെ സാറേന്ന് വിളിച്ച് കാലി പിടിച്ചല്ലോ. അയ്യ കാലെ പിടിച്ച് വാരും ഞാൻ. വേണ്ട, ജപ്തി നോട്ടീസ് വന്ന് കിടക്കുന്നു. ഇത് നാളെ തന്നെ എടുത്തു വന്നേക്കണം. നാളെ ആക്കണതിന് ഇപ്പൊ എടുത്തു തരാം. ഇത് എടുത്തു തരേണ്ട കാര്യമല്ല. നിങ്ങൾ 3.5 ലക്ഷം രൂപയ്ക്ക് നമ്മുടെ വീട് പണയം വെച്ചോ, അതിന്റെ ആധാരം ഇങ്ങോട്ട് എടുത്തു തരാൻ. ഇടി നീ ഇങ്ങനെ നടന്ന് ബഹളം വെക്കാതെ അടുക്കളയിൽ പോയി വല്ല തിന്നാ വെക്കാൻ നോക്ക്. എന്തിന്? ഇടി എന്റെ കൂട്ടുകാരൻ ബോംബെന്ന് വരുന്നുണ്ട്. നീ ആണെങ്കിൽ ചോറും ചമ്മന്തി മാത്രമല്ലേ ഉണ്ടാക്കോളൂ. അതിനാണെങ്കിൽ ഒരു രസവും ഇല്ല. നാളെ ഈ വീട് ജപ്തിയാവും. അപ്പൊ നല്ല രസമായിരിക്കും കാണാൻ. ആ രസം കൂട്ടി അങ്ങ് കൂട്ടുകാരൻ ഉണ്ടാക്കിയാൽ മതി. ആ രസം കൂട്ടി ചോറ് കഴിക്കാൻ പറ്റുമോ? നിങ്ങൾ ആധാരം എടുത്തു തരുന്നുണ്ടോ? ഇല്ലേ? ഈ ബഹളം വെക്കാതെ. ഈ വരുന്ന നിസ്സാരക്കാരനല്ല, വലിയ പന്നനാ. പന്നനോ? പന്നനാ, സമ്പന്നൻ, ഓടീച്ചൻ. അവനടുത്ത് നമ്മളെ ഈ ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞ അവൻ നമ്മളെ സഹായിക്കും. സഹായിക്കും. പിന്നെ ചിലപ്പോ അവൻ എന്നെ ബോംബെ കൊണ്ടുപോയിരിക്കും. അതിനിടെ കയറി ഞഞ്ഞാ പിഞ്ഞാ വർത്താനൊന്നും പറയരുത്. ഇല്ല, ഞാൻ ഞഞ്ഞാ പിഞ്ഞാന്ന് പറയില്ല. പിഞ്ഞാ ഞഞ്ഞാന്ന് പറഞ്ഞ കുഴപ്പമുണ്ടോ? മതി. ഞാനും കസാനെടുത്തൊരു ഏറ് തരും. കൂട്ടുകാരനൊന്നും പറഞ്ഞിട്ട് ഈ കുടുംബത്തോട്ട് ഞാൻ കയറ്റത്തില്ല. അതല്ല അങ്ങ് ജംഗ്ഷനില്. അവിടെ ചെന്നോണം, കണ്ടോണം, പോക്കോണം, പോക്കോണം അങ്ങോട്ട്. है प्यारे पुकारे दिल आरे कल भाई की शादी रे. വീണതല്ല, ഭൂമി വന്ദനം. അല്ലാതെ തല കറങ്ങി വീണതല്ല. എന്റെ നാടിന്റെ മണമുള്ള മണ്ണേ. അവിടെയാ ഞങ്ങളുടെ പട്ടി കിടക്കുന്നത്. പ്രേമ, അയ്യോ എത്ര നാളായടാ നിന്നെ കണ്ടിട്ട്. ഇങ്ങോട്ട് നോക്കി ചോദിക്ക്. എത്ര നാളായടാ നിന്നെ കണ്ടിട്ട്. കോനത്തും നല്ല കോലത്തിലായിരുന്നു. ഇങ്ങനെ എന്നെ എപ്പ കെട്ടിയോ അന്ന് എന്റെ കോലം കെട്ടി. ഞാനാ ഭാര്യ. എന്റെ ഭാര്യ. പേരെന്താണെന്ന്? വിമല. സുകുമാരൻ പിള്ള. അതാരാ? അവളച്ഛൻ. അച്ഛൻ എന്ന് പറഞ്ഞാ നല്ലത്. അപ്പൊ അമ്മ എന്ന് പറഞ്ഞ മോശമാണോ? ഭയങ്കര ബെടക്കാന്നല്ലോ. തെക്ക് ഇത് വടക്കവിടെ. ഇത് തെക്ക് വടക്കവിടെ. നിനക്കൊരു മാറ്റമില്ലല്ലേടാ. അതൊക്കെ വീട്. ബോംബെയിൽ എന്തുണ്ട് വിശേഷം? ഒരു രക്ഷയില്ല. അവിടെ ഒരു രക്ഷയില്ലാത്തോടാണ് ഇങ്ങോട്ട് തള്ളിക്കൊണ്ടു. അവിടെ പൊളിയല്ലേ? എടാ ബോംബെയിൽ നീ എവിടെയായിരുന്നു? ബാന്ദ്ര. ബോംബെയിലാണോ? ആന്ധ്ര. ബാന്ദ്ര. ബാന്ദ്ര. അവിടെ എന്തായിരുന്നു അളിയ ജോലി? എടാ ഇത് കണ്ട കൈനോട്ടോ? അതല്ല, തഴമ്പ് കണ്ടോടാ. തഴമ്പിന്റെ ബിസിനസ്സാ? ശരിക്കും നിനക്ക് എന്താണ് ബിസിനസ്? എടാ എനിക്ക് വസ്ത്രത്തിന്റെ ബിസിനസ് ആണ്. വസ്ത്രമല്ലടാ, എനിക്ക് തുണിയുടെ ബിസിനസ്. തുണി. എടാ ഹോളിവുഡ് നടിമാർക്കൊക്കെ ഞാനല്ലേ തുണി കൊടുക്കുന്നേ. അവർക്ക് അവിടെ തുണി. നീ അമീർ ഖാൻ എന്ന് കേട്ടിട്ടുണ്ടോ? അമീർ ഖാൻ എന്ന് ആരാ കേൾക്കാത്തത്? എടാ എന്റെ നിക്കറ അമീർ ഖാൻ ഇടുന്നേ. നിന്റെ നിക്കറാണ് അമീർ ഖാൻ ഇടുന്നത്? അങ്ങനല്ല, ഞാൻ കൊടുക്കുന്ന തുണി കൊണ്ടാണ് പുള്ളി നിക്കർ അടിച്ചിരുന്നത്. ഒരു ദിവസം ഒരു നിക്കർ, 30 ദിവസം കൊണ്ട് 30 നിക്കർ കൊടുക്കണം. അപ്പൊ നീ ഇങ്ങോട്ട് അമീർ ഖാൻ നിക്കറാ നിൽക്കുകയായിരിക്കും. അത് പോട്ടെ. അതെ, നിങ്ങളുടെ വിശേഷങ്ങൾ പറ. അയ്യോ നാട് മൊത്തം കാടും ലോണും. നാട് മൊത്തം കടോ? പഴയ കണക്ക് തന്നെ. എത്ര കുട്ടികളാ? 5 കുട്ടികൾ. അത് ശരി, നാട് മൊത്തം ലോണും കടവും, എന്നിട്ട് 5 കുട്ടികളോ? അത് എന്നെ കുറ്റം പറയണെന്തിന്? ഇന്ത്യ മഹാരാജ്യം എത്രയോ രാജ്യങ്ങളിൽ കടം മേടിക്കുന്നു, എന്നിട്ട് ഇന്ത്യയിൽ കുട്ടികൾ ഉണ്ടാകുന്നില്ലേ? ഞാൻ ഇന്ത്യയുടെ വല്ലതും ചോദിച്ചോ? അപ്പൊ അതിന് ഒരു കുഴപ്പമില്ല. അത് ന്യായമാണല്ലോടാ. ഒരു മാറ്റമില്ലല്ലോടാ നിനക്ക്. പെങ്ങളെ യവനെ അറിയാവോ? അത് ശരി, അപ്പൊ ഇയാൾ ആരാന്ന് അറിയണ്ടാണോ നിങ്ങൾ ഈ കുടുംബത്തോട്ട് വന്നത്? അതല്ല ഞാൻ പറഞ്ഞേ, യവനെ ഞാൻ നിങ്ങൾ എടുക്കുക. അയ്യോ സന്തോഷം. അതുകൊണ്ടല്ലേ ഇത് കണ്ടോ, ബോംബെയിൽ പണക്കാർ മാത്രം കുടിക്കുന്ന സാധനമാണ്. അതെന്താ പാവങ്ങൾ കുടിച്ചാൽ തൊണ്ട കുഴിക്കാത്തോട്ട് ഇറങ്ങത്തില്ലേ? ഞാൻ അതല്ല പറഞ്ഞത്. ഇന്നത്തെ ദിവസം പെങ്ങൾ അവന്റെ മെക്കിട്ട് കയറരുത്. 2 എണ്ണം കുടിച്ചോട്ടെ. ഒരു ഒഴിയടാ. അയ്യോ ഡ്രൈ ആടാ, വെള്ളമില്ല. കുഴപ്പമില്ല, പെട്ടെന്ന് പിടിക്കും. പെങ്ങളെ തണുത്ത എന്തെങ്കിലും ഉണ്ടോ? ഐസ്? ഫ്രിഡ്ജ് ഉണ്ടോ? ഫ്രിഡ്ജില്ല. ഫ്രിഡ്ജില്ലേ? എന്റെ പ്രേമന്റെ പെണ്ണിന് ഫ്രിഡ്ജില്ലേ? പ്രഗ്നന്റ് പെണ്ണോ? എപ്പോ? പ്രേമന്റെ പെണ്ണോ? പിടി, ഫ്രിഡ്ജ് വാങ്ങിച്ചോ. എന്റെ ഭാര്യ കുടുംബത്തിൽ പറഞ്ഞതാ, അവളിത് വാങ്ങിക്കത്തൊന്നുമില്ല, അറിയാമോ? വാങ്ങിച്ച എല്ലാം ശങ്കർദാസ്. ശങ്കർദാസ് അണ്ണ
ക്ഷമിക്കണം, ഇവിടെ ഫ്രിഡ്ജ് ഇല്ലാത്തോണ്ടാണേ അണ്ണ. അണ്ണ ഞാൻ ഈ കിണറ്റിന്ന് കോരിയ നല്ല തണുത്ത വെള്ളം ഉണ്ട്, എടുക്കട്ടെ? മതി, അത് നാച്ചുറൽ. ഇപ്പൊ വരാവേ. ഓന്ത് മാറും ഇതുപോലെ. മിണ്ടല്ലേ, അണ്ണന് വെള്ളം കൊടുക്കട്ടെ. കളയാതെ ഒഴിക്കണം. 12 വർഷം പഴക്കമുള്ള സാധനമാണ്. അത് ശരി, പഴയ സാധനം വരുന്നത്. പഴയ സാധനത്തിനല്ലടാ വീര്യം. അത് പറഞ്ഞു. എന്റെ അപ്പൂപ്പന് 90 വയസ്സുണ്ട്, ഒരു വീര്യം ഇല്ലാതെ കട്ടിലെ ഞെളിഞ്ഞ് കിടക്കുക. നീ സത്യം പറഞ്ഞാൽ ISROയുടെ ഫ്രണ്ടിലേക്കും പോയി നിൽക്കരുത്. നിന്നെ റോക്കറ്റ് കയറ്റി മേളിലോട്ട് വിടും. അതിനുള്ള വിദ്യാഭ്യാസം നമ്മക്കില്ലേ? അണ്ണാ, ശങ്കർദാസ്. ശങ്കർദാസ് അണ്ണാ, നാച്ചുറൽ വെള്ളം. ലേശം ഓവറല്ലേ? ലേശോ കൊറേ കുടിച്ചോ. കുടിച്ച് വെള്ളം ചേർത്തില്ല. അണ്ണാ, വെള്ളം എങ്ങനെയുണ്ട്? നാച്ചുറൽ വെള്ളം. സത്യം പറയാൻ നിങ്ങൾ ഭാഗ്യം വരാ. നല്ല വെള്ളം, നല്ല വായു, നല്ല നാട്ടുകാർ. ഓ, എന്തോ ഭാഗ്യം അണ്ണാ. അതെന്നാ? കെട്ടുതാലി വരെ ഇല്ല. എന്ത്? അതുകൊണ്ടോ ഈ വിറ്റ്. എന്റെ പ്രേമന്റെ പെണ്ണിന് കെട്ടുതാലില്ലെന്നോ? അസംഭവ്യം. ഞാൻ പറഞ്ഞു, എന്റെ മാല ഊരി പിടി. അളിയ, അന്തസ്സുള്ള വീട്ടിൽ അവളിത് വാങ്ങിക്കൂല, വാങ്ങിച്ചങ്ങ് ഇട്ട്. പിന്നെ സ്നേഹത്തോടെ വരുമ്പോ മേടിക്കണ്ടേ? അണ്ണ ടച്ചിങ്സ് എടുത്ത് കഴി. ശങ്കർദാസ് അണ്ണ ടച്ചിങ്സ് എടുത്ത് കഴി. എടാ, ഇതല്ലേ ടച്ചിങ്സ്? ഞാനാണോ ശങ്കരൻകുട്ടി? ഞാനാണോ അവന്റെ ടച്ചിങ്സ്? സത്യം പറഞ്ഞ ഒന്നും വിചാരിക്കരുത്. ഒരു ഉമ്മ വെക്കുന്നുണ്ട് വിരോധമുണ്ടോ? പെങ്ങളല്ല, യവനെ. അയ്യോ അയ്യോ, നമ്പർ 20-ലെ മോഹൻലാല് മമ്മൂക്കയ്ക്ക് ഉമ്മ കൊടുത്ത പോലെ തന്നെ. സത്യം പറയാനോ ശങ്കർദാസ് അണ്ണ, ശരിക്കും ഒരു മോഹൻലാല് തന്നെ. അയ്യോ, പക്ഷെ ഇച്ചിരി ഹൈറ്റ് കുറവുണ്ടല്ലേ? ആ കുറവുള്ളൂ, ബാക്കിയെല്ലാം കറക്റ്റ്. അടിച്ചു. അതല്ല, ഓരോട് കൊടുത്തോട്ടെ. കുറിക്കാൻ എന്തെങ്കിലും വേണം. ആ പട്ടി അഴിച്ചു കുറി. അതെന്തിനാ? ഒരയ്ക്കാനല്ല, കുറിക്കാൻ. മകളെ, അടുക്കള പോയി എന്തെങ്കിലും ഇച്ചിരി എന്തെങ്കിലും വെച്ചിട്ടുണ്ട്, എടുത്തോണ്ട് വാ. ഇവിടെ ഒന്നും വെച്ചില്ല അണ്ണാ, ഇവിടെ ജപ്തിയാ. മതി, അതായാലും കൂട്ടിയെടുത്തോ. ജപ്തി എന്ന് പറഞ്ഞ പലഹാരമല്ല, അത് ഞങ്ങളുടെ വീടേ. ഇങ്ങനെ 3.5 ലക്ഷം രൂപയ്ക്ക് പണയം വെച്ച് അതിപ്പോ ജപ്തി ചെയ്യാനായിട്ട് നാളെ ബാങ്കുകാര് വരും. മകളെ, നീ കരയരുത്. എന്റെ പ്രേമന്റെ പെണ്ണിന്റെ കണ്ണീർ ഇവിടെ നിലത്ത് വീഴരുത്. ഇല്ലെന്നാ ഓർഡർ പോയില്ല. ഞാൻ പറയും, പിന്നെ കരയരുത്. കണ്ണീര് സ്പ്രെഡ് ചെയ്ത ഇത് ഒപ്പ് സ്പ്രെഡായി പോകും. പിടി. മാല ഓക്കെ, ഫ്രിഡ്ജും ഓക്കെ. ഇത് അവള് വാങ്ങൂല, ഇത് ഞാൻ വാങ്ങും. അതേ ഉള്ളു. എന്നിട്ട് ഞാൻ പോക്കറ്റ് ഇങ്ങനെ ഇടും. മോളെ, ആരും സങ്കടപ്പെടരുത്. സന്തോഷായി അണ്ണ, എനിക്ക് സന്തോഷായി. സന്തോഷം ആഗ്രഹിക്കാത്ത ആരുണ്ട്? അയ്യോ, ഇപ്പൊ കമന്റ് വന്ന് താഴെ ഇങ്ങനെ കുമിഞ്ഞു കൂടിയെന്ന് പാടില്ല. ആരാണ് ജപ്തി ചെയ്തേ? അണ്ണാ, സൊസൈറ്റി സൊസൈറ്റി എന്നാണെന്നും പറഞ്ഞൊരു സ്ഥലം ഉണ്ടോ? ജംഗ്ഷൻ അപ്പുറത്തുണ്ട്. ആ സൊസൈറ്റി ഞാൻ മൊത്തം വിലക്ക് വാങ്ങിക്കും. അപ്പൊ ഈ പെട്ടി കൊടുത്ത സൊസൈറ്റി കിട്ടുമോ? ഇത് എന്റെ സമ്പാദ്യം മൊത്തം ഒന്നുണ്ട്. ഒന്നുകൊണ്ട് പേടി, നിങ്ങൾ കരയരുത്. എനിക്കതാണ് ആവശ്യം. ഇനി ഞാൻ എവന്റെ ഒരു കുസൃതി പറയട്ടെ. കുസൃതിയാണോ? കുസൃതി അല്ല, എവന്റെ കുസൃതി പറയട്ടെ. നമ്മളെ സ്കൂളിൽ പഠിക്കുമ്പോ ഞാൻ പറയും. എവനൊരു പ്രേമം ഉണ്ടായിരുന്നു. ലളിത. അയ്യോ, ലളിതയുടെ കാര്യമൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവള് ഓപ്പൺ മൈൻഡ് ഫാമിലി ആളിയാ. അപ്പൊ രാജേശ്വരിയോ? രാജേഷ്. അത് രാജേശ്വരിയുടെ ആങ്ങള രാജേഷ്. അനാവശ്യം പറയില്ല. ഞാൻ എവിടെ
അളിയ അവള് സീരിയസ് ആയിട്ട് എടുക്കും, ഒരു അക്ഷരമുണ്ട്. രാജേശ്വരിയായിട്ട് കടുത്ത പറയാം, മുടിഞ്ഞ പറയാം. എന്റെ കല്ലുപിടിച്ച് കുടിച്ച് എന്നെ അണ്ണൻ പറയട്ടെ, ആരണ്ണ രാജേശ്വരി? രാജേശ്വരിയായിട്ട് മുടിഞ്ഞ പറയാം. അവസാനം അവളെ തേച്ചിട്ട് വേറെ കല്യാണം കഴിച്ചു പോയി. കല്യാണം കഴിച്ചു പോയി. അവള് കല്യാണം കഴിച്ചു, നമ്മള് കല്യാണം കഴിച്ചു. അതവിടെ തീർന്ന് എന്നാ ഞാൻ കരുതിയ. പക്ഷെ ഒരു വർഷം കഴിഞ്ഞപ്പം അവളെ അവൻ ഉപേക്ഷിച്ചു പോയി. അവളെ ഭർത്താവ് കളഞ്ഞിട്ട് പോയി. സ്വാഭാവികം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവനെ വീട് സൊസൈറ്റിയിൽ കൊടുത്ത് 3.5 ലക്ഷം രൂപ മേടിച്ച് അവ കൊടുത്ത് അവളെ ഗൾഫിൽ പറഞ്ഞു വിട്ടത്. കിട്ടിയതാണ് മോളെ. ഇത് വിശ്വസിക്കില്ല, അവൻ നാകൃത നോണേ പറയൂ. സത്യം മിണ്ടിപ്പോവരുത്. നീ ബോംബെന്ന് കുറ്റി പറിച്ചിട്ടുണ്ട് കുടുംബ കലക്കാരടാ. നിനക്കറിയാവോടാ? എന്റെ ഭാര്യ ഒരു ഉറുമ്പിനെ പോലെ നോവിക്കാത്തവളാണ്. ഉറുമ്പിനെ പോലെ അറിയാമോ? ഇവിടെ വീട് പണയം വെച്ച് നിങ്ങൾ 3.5 ലക്ഷം വേറെ പെണ്ണുങ്ങൾക്ക് തിന്നാൻ കൊടുക്കും അല്ലടാ? തിന്നാൻ കൊടുക്കും. അപ്പൊ ഞാനും എന്റെ 5 പെൺമക്കളും കൂടെ വഴിയിലിറങ്ങി നല്ലടാ തെണ്ടിക്കോട്ടെ. ഞാനേ എന്റെ പാട്ടിന് പോണ്. നീ എവിടെ പോയി പാടുപടി? സീരിയസ് പറഞ്ഞോട്ട് കോമഡി പറയുന്നോടാ. വിശ്വസിക്കരുത്. എനിക്കൊന്നും കേക്കണ്ട. എടാ കിടന്ന് പുഷ്പ കളിക്കാതെ ഞാൻ പറയുന്നത് കേക്ക്. എനിക്കൊന്നും കേക്കണ്ട. അളവിൽ വെച്ച് അണ്ണാ ശങ്കർദാസ് എന്ത് പുല്ലെങ്കിലും ആവട്ടെ, ഞാനൊരു കാര്യം പറയാം. ഇയാൾക്ക് ബോധം വരുമ്പോ പറഞ്ഞേക്ക് ഞാൻ എന്റെ മക്കളായിട്ട് ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിന്ന്. നീ എന്റെ നെഞ്ചത്തെ മാറങ്ങോട്ട്. നിനക്കുള്ള ഞാൻ തരാടാ. തരാം. അവള് പോടാ. പോടറാ. എവിടെ പോയ? പോടറാ. നിനക്ക് ഞാനുണ്ട്. നിനക്ക് എത്ര കാശ് വേണം ഞാൻ തരും. നിന്റെ കാശ് ചെക്കും എല്ലാം ഉണ്ടല്ലോ. ഇനി അത് വെച്ച് അങ്ങ് ജീവിച്ചോളാം. ഓക്കെ. അത് പറഞ്ഞപ്പോഴാണ് അളിയ, എടാ ഒരു 10 ദിവസം ഞാൻ ഇവിടെ നിന്നോട്ടെ. കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ആർക്കെങ്കിലും വണ്ടി ചെക്ക് എഴുതി കൊടുക്കണം. അങ്ങനെ ഒരു അസുഖമുണ്ട്. ബോംബെ 10 കേസ്, കയറാൻ പറ്റത്തില്ല. ഇവിടെ പോലീസ് അന്വേഷിക്കും. 10 കേസ്. ഇനി വീട്ടിൽ കയറാൻ വയ്യടേ. ഞാൻ ഒരു 10 ദിവസം ഇവിടെ നിന്നോട്ടാ. വണ്ടി ചെക്ക് പറ്റി കഴിഞ്ഞ 12 പെഗ് അടിച്ചിട്ടും ഞാൻ വീണില്ല. എന്റെ ഒറ്റയടി വീണ് പോയടാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.